തിരുവനന്തപുരം പാലോട് പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറിയുന്നൊരു വാർത്ത വരുന്നു. ഉടമയ്ക്ക് ഗുരുതരമായി പരിക്കുണ്ട്. ആനക്കുഴി സ്വദേശി സജിനാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി മേഘന മുന്നോട്ട് ചേരുന്നു. മേഘന, എങ്ങനെയാണ് പൊട്ടിത്തെറി, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്, എന്താണ് സംഭവിച്ചത്? ഹാഷ്മി, പടക്ക നിർമ്മാണശാലയിൽ അല്പസമയം മുന്നെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പടക്കം കെട്ടുന്നതിനിടയിൽ, നിർമ്മാണത്തിനിടയിൽ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളതാണ്. അതിൽ ഈ പടക്ക നിർമ്മാണശാലയുടെ ഉടമയായിട്ടുള്ള സജിനാണ് ഇപ്പോൾ പരിക്കു പറ്റിയിരിക്കുന്നത്. നന്ദിയോട് ആനക്കുഴി സ്വദേശിയാണ്. ശിവഭദ്ര പടക്കക്കടയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാലോട് മേഖലയിൽ ഈ പടക്കക്കടയിൽ അപകടം ഉണ്ടാകുന്നത് ഇപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ അടക്കം ഇതിന്റെ ഒരു പരിശോധനയ്ക്ക് കത്ത് നൽകിയിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഒരു അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ ഈ പടക്കക്കടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ലൈസൻസ് ഇല്ലേ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. സംഭവസ്ഥലത്ത് പോലീസ് അടക്കം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉടമയ്ക്ക് ഗുരുതര പരിക്ക് എന്നുള്ള കാര്യം കൂടി, ഇപ്പോൾ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലാണ് ഉടമയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്, സജിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. 50% മുകളിൽ പരിക്കുണ്ട്, മുഖത്തും കയ്യിലും ആയിട്ടാണ് കൂടുതൽ പരിക്കുള്ളത്. 50% മുകളിൽ പരിക്കുണ്ട് എന്നുള്ള വിവരമാണ് അറിയുന്നത്. എന്തായാലും ഈ പടക്കക്കട ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണോ, എന്താണ് ഈ അപകട കാരണം എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ പടക്ക നിർമ്മാണത്തിനിടെ ഉണ്ടായിട്ടുള്ള ഒരു അപകടം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മേഘന, കൂടുതൽ ആരെങ്കിലും ആ കടയിൽ ഉണ്ടായിരുന്നോ? ഉടമയ്ക്ക് മാത്രമേ പരിക്കുള്ളൂ? ഹാഷ്മി, നന്ദിയോട് ആനക്കുഴി സ്വദേശി സജിനാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത്. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതിൽ ഈ പാലോട് മേഖലയിലെ പടക്ക നിർമ്മാണശാലകളുടെ പ്രത്യേകത എന്ന് പറയുന്നതും ചെറിയ ചെറിയ യൂണിറ്റുകളായി പടക്ക നിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു ചെറിയ യൂണിറ്റിലാണ് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതിൽ 1-2 ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് മാത്രമാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഈ സജിൻ എന്ന് പറയുന്ന ആൾ ഈ പടക്കക്കടയുടെ ഉടമയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖത്തും അതുപോലെ തന്നെ കാലിനും കൈക്കുമാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. 50% മുകളിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നുള്ള വിവരം കൂടിയാണ് പ്രദേശത്ത് നിന്ന് അറിയുന്നത്. മേഘനയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഉടമയ്ക്കാണ് ഗുരുതര പരിക്ക്. അധികം ആളുകൾ ആ കടയിൽ ഉണ്ടായിരുന്നില്ല എന്നത് ഭാഗ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.